പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യ ഹർജികൾ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. പ്രാഥമിക കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചു. കുറ്റപത്രത്തിന്റെ പകർപ്പുകൾ പ്രതികൾക്ക് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേഷ്മ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആ കേസിലെ 8 പ്രതികളായിരുന്നു ജാമ്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ഈ ഹർജി പരിഗണിക്കവേ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് CBIക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇന്ന് ഈ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ ഹാജരാക്കി. വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ട് ഈ ജാമ്യ ഹർജികൾ ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. 60 ദിവസത്തിലേറെയായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജാമ്യം നൽകണമെന്നുള്ള വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, വിദ്യാർത്ഥികളാണ്, ഭാവി അനിശ്ചിതാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം എത്രയും പെട്ടെന്ന് നൽകണമെന്നുള്ള വാദവും പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ പ്രതികൾ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യം അതിന്റെ ഗൗരവം കണക്കിലെടുക്കണമെന്നും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ നേരിട്ടത് വലിയ രീതിയിലുള്ള ആക്രമണമാണ്. ഈ വിദ്യാർത്ഥികളുടെ, അതായത് ഈ പ്രതികൾ ഈ കേസിലെ സാക്ഷികളൊക്കെ തന്നെ പ്രതികളുടെ സഹപാഠികൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതികൾ കടക്കും. അതിനാൽ ജാമ്യം നൽകരുത് എന്നുള്ള ഒരു മറുവാദമാണ് CBI ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ടാണ് ഈ ജാമ്യ ഹർജികൾ ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ കണ്ടെത്തിയത്.